അല്ല, നമ്മുടെ കേരളത്തിലെ CPM വലിയ മത്സരത്തിലാണ്. പക്ഷെ മത്സരം കാണ്ടാമൃഗത്തോടാണെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കാണ് തൊലിയുടെ കട്ടി എന്നുള്ള കാര്യത്തിലാണ് മത്സരം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ടായത് അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യമൊക്കെ പറയേണ്ടത്. സെപ്റ്റംബർ 19, 2025 ഈ ശബരിമല വിഷയം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നല്ലോ. അന്ന് നിങ്ങളുടെ സഞ്ജയനായതുകൊണ്ടാണോ അത് അംഗീകരിക്കാതിരുന്നത്? ഇന്നിപ്പോൾ അംഗീകരിച്ചാൽ ഞങ്ങളുടെ അടിയന്തരം നടക്കുന്നതാണല്ലോ പറഞ്ഞത്. അന്ന് നിങ്ങളുടെ സഞ്ചയനം നടക്കുന്നുണ്ടായിരുന്നോ നിങ്ങൾ അംഗീകരിക്കാതിരുന്നത്? അന്ന് സബ്ജുഡീസ് ആയിരുന്നില്ലേ? അന്ന് സബ്ജുഡീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം അനുവദിക്കാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്ത കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ സബ്ജുഡീസ് അല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ട് വരുന്നു. കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ, ഒരൊറ്റ റെഫറൻസ്, ഒരു കമന്റ് കേരളത്തിന്റെ ഹൈക്കോടതി ഇന്ന് ഈ ദേവസ്വം ബെഞ്ച് അന്വേഷിക്കുന്ന മേൽനോട്ടം വഹിക്കുന്നവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ ക്ഷേത്രക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ട് കിടക്കുന്നതിൽ 9 പേര് CPMന്റെ നേതാക്കന്മാരല്ലേ? 9 പേര് CPMന്റെ നേതാക്കന്മാരല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അതിനകത്തുണ്ടോ? നിങ്ങളൊരു ഫോട്ടോയും വെച്ച് കുറെ നാളായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശിനെതിരെ മൊഴിയെടുക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തൊരു വാർത്ത വന്നിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? എന്തേ അടൂർ പ്രകാശിന് അയച്ച സ്റ്റേറ്റ്മെന്റ് നോട്ടീസ് അങ്ങ് എത്തിയില്ലേ? ഇതുവരെ അങ്ങ് എത്തിയില്ലേ? ഇവരൊക്കെയും ഇത്തരത്തിലുള്ള വെറുതെ ഈ എന്താ പറയാ, ഈ ഒരു ബന്ധവുമില്ലാത്ത കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചെയ്യാൻ പറ്റുമോ? നിതീഷ് കണിച്ചേരിയും അതുതന്നെ ശിവൻകുട്ടിയൊക്കെ ആ പാവം MA ബേബിയെ കൊണ്ട് പാത്രം കഴിയിക്കുകയാണ്. പുല്ലിന്റെ വിലയെങ്കിലും കൊടുത്തൂടെ? പുല്ലിന്റെ വില. സ്വന്തം ജനറൽ സെക്രട്ടറി അല്ലേ, ഞങ്ങളുടെയൊന്നും അല്ലല്ലോ, ഞങ്ങൾക്ക് സങ്കടം തോന്നി പോവാണ്. പുല്ലിന്റെ വില കൊടുത്തൂടെ? ആ പുല്ലിന്റെ വിലയില്ലാത്ത MA ബേബി അല്ലേ പറഞ്ഞത് സോണിയാഗാന്ധി സ്ത്രീയാണ്. എനിക്ക് അവരോട് ബഹുമാനം. അല്ലെ, തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ പോയി പാത്രം കഴുകുന്നതാണ് മോശം. ഞാൻ എന്റെ വീട്ടിൽ പാത്രം കഴുകുന്നുണ്ട്, ഞാൻ നിലം തുടയ്ക്കാറുണ്ട്, ഞാൻ എല്ലാ പണിയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി പാത്രം കഴുകി കൊടുക്കുന്നത് ഒരു മോശമാണ്. അത് രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്തതുകൊണ്ട പ്രശ്നം, അല്ലെങ്കിൽ രാഷ്ട്രീയം നഷ്ടപ്പെട്ടുകൊണ്ടോ കുഴപ്പമാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ല, പുല്ലുവില എന്ന് ഞാൻ പറഞ്ഞത്. സോണിയാഗാന്ധിയെ ഇതിനകത്ത് ഒരു തരത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പാടില്ല, ഞങ്ങൾക്കൊരു ആരോപണം ഇല്ല എന്ന് പറഞ്ഞത് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി അല്ലേ? ആ MA ബേബിയെ അപമാനിക്കുകയല്ലേ നിതിൻ ഗഡ്കരി ഇവിടെ നിന്ന് സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട്? ആ സംഘിക്കുട്ടി എന്ന് CPI വിളിക്കുന്ന ശിവൻകുട്ടി കേരളത്തിലെ നിയമസഭയിൽ നിന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോ ആ MA ബേബിക്ക് പുല്ലുവിലയല്ലേ? പുല്ലുവില. ആ മനുഷ്യൻ ഇത് കേട്ട് രാജിവെച്ച് പോകണം. സത്യം പറഞ്ഞാൽ എന്റെ പാർട്ടി ഇതിന്റെ മന്ത്രിമാർ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് നിയമസഭയിൽ കിടന്ന് പറയുമ്പോ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടെങ്കിൽ ഒന്ന് നടപടി എടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അദ്ദേഹം പാത്രം കഴിയുന്നൊന്നും പ്രശ്നമില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു പരാജയത്തിന്റെ പേരിൽ പോയി പാത്രം കഴിയുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റു കാര്യം എന്താ, ഈ കേസ് മുഴുവൻ എന്തിനെ ബേസ് ചെയ്തിട്ടാ റാഷിദെ? ഈ കേസ് മുഴുവൻ 2019 ദേവസ്വം ബോർഡ് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സ്വർണ്ണപ്പാളി എന്നുള്ളത് തിരുത്തി ചെമ്പുപാളി, ആദ്യം പിത്തളപ്പാളി, അത് കഴിഞ്ഞ് കൈവച്ച് പത്മകുമാർ തിരുത്തി പിത്തളപ്പാളിയാക്കി, ചെമ്പുപാളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കേസ്? ആ കേസ് ഗൂഢാലോചന എവിടെന്നാ തുടങ്ങുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി 39 ദിവസം കൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കേണ്ട ദിവസത്തിനുള്ളിലാണ് ഈ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ ഈ കച്ചവടം നടത്തിയതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയാണ്. വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ തീരുമാനിച്ചതിന് ശേഷം ആ ഗൂഢാലോചന പ്രോഡക്റ്റ് ആണ് 2019 ഉത്തരവ്, തിരുത്തപ്പെട്ട ഉത്തരവ്. ആ ഉത്തരവ് തിരുത്തപ്പെട്ടതിന് നിങ്ങൾ അകത്ത് കിടക്കുന്നത് പത്മകുമാർ അല്ലേ? നിങ്ങളുടെ പഴയ MLA അല്ലേ? ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കാൻ പോലും കഴിയാത്ത CPM ഇന്ന് വന്നിട്ട് വേണം കോൺഗ്രസിന്റെ പ്രതിരോധം പാളിപ്പോയി. എന്തു പറയും? കോൺഗ്രസിന്റെ പ്രതിരോധം പാളിപ്പോയി. ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പാർട്ടിയായിട്ട് CPM മാറിയത്. റാഷിദെ, ഇതാണ് സ്വന്തം നിലപാടുകളും സ്വന്തം തീരുമാനങ്ങളും മറന്ന് കള്ളത്തരം പറയുന്നതിന്റെ കുഴപ്പം. ഇതാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഈ വിഷയം ഉണ്ടായപ്പോ സെപ്റ്റംബർ 19, 2025 UDF അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോ കേരളത്തിന്റെ സർക്കാർ പറഞ്ഞ മറുപടി എന്താ? സബ്ജുഡീസ് ആണ്, ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളതുകൊണ്ട് ഈ നിയമസഭയിൽ അത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ലേ പറഞ്ഞത്. അതിനുശേഷമാണല്ലോ പത്മകുമാറിന്റെ അറസ്റ്റും കടകംപള്ളി സുരേന്ദ്രന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ വരുന്നത്.
ഞങ്ങൾ എന്താ നിലപാടെടുത്തത്? PS പ്രശാന്തും VN വാസവനും രാജിവെക്കാതെ നിയമസഭ ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിക്കില്ല. നിയമസഭയിൽ ഞങ്ങൾ ബഹിഷ്കരിക്കും. നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തും. അതല്ലേ ഞങ്ങൾ ചെയ്തത്. റാഷിദ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയുടെ അവസാനത്തെ 5 ദിവസം നിയമസഭ സ്തംഭിച്ചുകൊണ്ട് നടത്തിയ സമരത PS പ്രശാന്തിന് ഈ പറയുന്ന ഈ ഏറ്റവും അവസാനത്തുണ്ടായിരുന്ന ദേവകുമാറിന് മുമ്പ് വരുന്ന ദേവസ്വം ബോർഡിന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തി അത് ചെയ്തതിൽ പങ്കുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണം എന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം PS പ്രശാന്തിന് മാറ്റി, അല്ലെങ്കിൽ PS പ്രശാന്തിന്റെ കാലാവധി തീർന്നു. VN വാസവൻ ഇപ്പോഴും നിൽക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ ഹൈക്കോടതി 2 തവണ പറഞ്ഞു. PS പ്രശാന്തിന്റെ സമയത്ത് 2024 ജൂലൈയിൽ അമിതമായ തിടുക്കം, അനാവശ്യമായ തിടുക്കം, അത് കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിക്കൊണ്ട് ആ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് വീണ്ടും ചെന്നൈയിലേക്ക് അയക്കാൻ ശ്രമം നടന്നു. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയത് 2019 ക്രമക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോ 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും 2 ദേവസ്വം മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടുള്ള കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ VN വാസവന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ VN വാസവനും PS പ്രശാന്തും രാജിവെക്കണമെന്നുള്ള നിലപാട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലെടുത്തത്. PS പ്രശാന്ത് പോയി, VN വാസവനെ ഒഴിവാക്കാൻ പറ്റുമോ? VN വാസവൻ ഉള്ള സമയത്തല്ലേ, ദേവസ്വം മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തല്ലേ 2019 ക്രമക്കേട് മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ തട്ടിപ്പ് നടത്തിയത്. അപ്പൊ VN വാസവന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം അവിടെ നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നു എന്ന് ബോധ്യം വേണമെങ്കിൽ ഈ VN വാസവൻ രാജിവെക്കണം. ഞാൻ ചോദിക്കട്ടെ, PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിട്ട് മാധ്യമങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? PS പ്രശാന്തിനെതിരെ ഹൈക്കോടതി 2 തവണ ഈ ദേവസ്വം ബോർഡിന്റെ സമയത്ത് ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞിട്ട് PS പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടി ഉണ്ടായിട്ടില്ല? അവിടെ VN വാസവൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. VN വാസവനും പിണറായി വിജയനും കൊടുക്കുന്ന സംരക്ഷണമാണ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാത്തത്. VN വാസവനും പിണറായി വിജയനും ഉയർത്തുന്ന രാഷ്ട്രീയ സമ്മർദ്ദം SITയുടെ മേലുള്ളത് കൊണ്ടാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാത്തത്. ശരി, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ നിങ്ങളുടെ ആക്ഷേപം ഫോട്ടോയാണോ? കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഇന്ന് 10ഓളം വന്ന ഉത്തരവിലൂടെ 10ഓളം CPMന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നത് ഏതെങ്കിലും ഫോട്ടോ കണ്ടിട്ടല്ലല്ലോ. ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ചത് ഏതെങ്കിലും ഫോട്ടോ കണ്ടിട്ടല്ലല്ലോ. ഈ ആരോപണത്തിന്റെ എല്ലാം അടിസ്ഥാനം ഗൂഢാലോചനയോടെ നിർമ്മിക്കപ്പെട്ട 2019 ഉത്തരവാണ്. ആ 2019 ഉത്തരവ് ക്രമക്കേട് നടത്തിയത് പത്മകുമാറാണെന്നുള്ളത് SIT കണ്ടതിനെ തുടർന്നാണ് നിരന്തരമായി ജാമ്യം നിഷേധിച്ച് ജയിലിൽ കിടക്കുന്നത്. ഇല്ലേ? ഞങ്ങൾ ഏത് ഉത്തരവിന്റെ ഏത് ഫോട്ടോയുടെ പേരില ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെടാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ ഫോട്ടോ ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് കടകംപള്ളിയുടെ ഫോട്ടോയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത്. ഇനി ഞാൻ അതിനകത്ത് ഒന്നുകൂടി പറയാം, കടകംപള്ളി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നില്ലേ? ഈ രാജു അബ്രഹാം പറഞ്ഞത് മുഴുവൻ കള്ളമായില്ലേ? ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അടൂർ പ്രകാശ് ചോദിച്ചോ പറഞ്ഞല്ലോ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. അവിടെ ചെന്നപ്പോൾ കണ്ടു, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്? സന്നിധാനത്ത് വെച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇയാളുമായിട്ട് സ്പോൺസർ എന്നുള്ള ബന്ധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? എന്തിനാ ദേവസ്വം വകുപ്പ് മന്ത്രി സ്പോൺസറെ കാണുന്നത്? ദേവസ്വം വകുപ്പിന് നേരിട്ട് ശബരിമലയിൽ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ദേവസ്വം വകുപ്പ് മന്ത്രി എന്തിനാ സ്പോൺസറെ കാണുന്നത്? ഇനി ഈ 2017 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായി ഇവർ ഗൂഢാലോചന നടത്തി ഇതിവിടെ നിന്ന് കടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന നടക്കുന്ന സമയമാണ്. ആ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ, അത് നിഷേധിക്കപ്പെടുമ്പോൾ, കള്ളം പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പ്രതിയാണെന്നുള്ളത് ഞങ്ങൾ അനുമാനിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഒളിക്കാനൊന്നുമില്ലായിരുന്നെങ്കിൽ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് പറഞ്ഞ റാഷിദെ, ഇന്ന് പറഞ്ഞ വിശദീകരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുവോ? അവിടെ ചെന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫ്രൂട്ട് കൊടുക്കാൻ
അതൊരു രസകരമായ മറുപടിയായിട്ട് തോന്നി. അദ്ദേഹത്തിനും കള്ളത്തരമാണ് പറയുന്നത്. രാജു എബ്രഹാമിനും, അതായത് നേരത്തെ ഞാൻ കാണാൻ പോയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്, ഞാൻ അവിടെ പോറ്റി എന്നെ വിളിച്ചു, രസകരമായ മറുപടിയല്ല. ഞാൻ ആഷിഖേ, ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് പോറ്റിയുടെ ഫോൺ കോൾ വന്നു. പോറ്റിയുടെ ഫോൺ കോൾ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിന്റെ ചടങ്ങുണ്ട്, അങ്ങോട്ട് വരണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പോയി. അത് കുറച്ച് സമയം പോയി, പോലീസ് ഉണ്ടായിരുന്നു എന്റെ കൂടെ, അത് പോയി വന്നു. അതിപ്പോ എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല എന്ന് ഇന്നലെ അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഫോട്ടോ പുറത്തു വന്നപ്പോൾ അതൊരു മുത്തച്ഛന്റെ ചടങ്ങാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കൂടെ ആ ഫോട്ടോയിൽ രാജു എബ്രഹാം കൂടി നിൽക്കുന്നുണ്ട്. രാജു എബ്രഹാമിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്ദർഭം ഓർമ്മയില്ല. അതിനകത്ത് കൈമാറുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഉപഹാരമോ സമ്മാനമോ എന്നല്ല, അവിടെ നിന്നിരുന്ന എന്തോ ഫ്രൂട്ട്സോ മറ്റെന്തോ എടുത്ത് കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിച്ചത്. ഇത്രയാണ് കാര്യങ്ങൾ. ഇത് കേൾക്കുന്നവൻ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ യുക്തിയാണ്. സാമാന്യം ബോധവും യുക്തിയും ചിന്താശേഷിയും വകതിരിവും ഉള്ളതാണ് കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കുക. ഞാനിവിടെ ഒരു ജഡ്ജ്മെന്റ് പറയുന്നില്ല, അത് അവർക്ക് വിട്ടുകൊടുക്കുക. ബാക്കി അന്വേഷിക്കുന്നുണ്ടല്ലോ. വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ശരി. സത്യം ശരി, കോൺഗ്രസിന്റെ പിടിക്കപ്പെടുന്ന വിറളിയാണ് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ശരി.